പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ആണ്ടിൻ്റെ 3-ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. കർത്താവിൻ്റെ ദാസിദാസന്മാരെ, ദൈവം ഈ പ്രഭാതവും നമ്മെ ആയുസ്സും ആരോഗ്യത്തോടെ കൊണ്ടുവന്നതിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിനും ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും ദൈവസന്നിധി നമുക്ക് അടുത്തു ചെല്ലാം. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ആണ്ടിൻ്റെ ആരംഭം വായിക്കുന്ന അല്ലെങ്കിൽ ആണ്ടിൻ്റെ അവസാനം വായിക്കുന്ന ഒരു സങ്കീർത്തനമാണ് 136-ാം സങ്കീർത്തനം. നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരുടെയും ജീവിത നിലവാരം എപ്പോഴും ഒരുപോലെ ആയിരിക്കുകയില്ല. ചിലർ സമ്പന്നരും ഉയർന്ന വിദ്യാഭ്യാസമുള്ളവരുമായിരിക്കുമ്പോൾ മറ്റു ചിലർ ദരിദ്രരും വിദ്യാഭ്യാസം കുറഞ്ഞവരുമായിരിക്കും. ഏത് മേഖലകൾ നോക്കിയാലും ഉയർച്ച താഴ്ചകളിൽ കൂടെയാണ് എല്ലാവരും കടന്നു പോകുന്നത്. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ഒരിക്കലും ഒന്നിനും യാതൊരു മുട്ടും വരികയില്ലെന്നും അവർക്ക് വെച്ചടി കയറ്റം മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്നുമാണ് ചിലരുടെ ധാരണയും പഠിപ്പിക്കലും. ഉയർച്ച എന്നതുകൊണ്ട് സാമ്പത്തികമായ ഉയർച്ച മാത്രമാണ് എന്നാണ് ഈ കൂട്ടർ ധരിച്ചു വച്ചിരിക്കുന്നത്. എന്നാൽ ദൈവം അറിഞ്ഞുകൊണ്ട് തന്നെ പലരെയും പല നിലകളിലും താഴ്ത്തിക്കളയാറുണ്ട്. എന്തിനാണ് ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ദൈവം താഴ്ത്തുന്നത്? നമുക്ക് എല്ലാവിധ സുഖ സൗകര്യങ്ങളും സമൃദ്ധിയും ഉണ്ടെങ്കിൽ നാം വേണ്ടതുപോലെ ദൈവത്തെ അറിയുകയോ ആരാധിക്കുകയോ ഇല്ലെന്ന് ദൈവത്തിന് നന്നായി അറിയാം. അങ്ങനെ നാം പാപം ചെയ്ത് നശിക്കാതിരിക്കുവാൻ ചിലപ്പോൾ താഴ്ചകളും പരാജയങ്ങളും നമ്മുടെ ജീവിതത്തിൽ ദൈവം വരുത്തും. ആമേൻ. ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. ഒരു വ്യക്തിയുടെ ശരിയായ സ്വഭാവം വെളിപ്പെടുന്നത് അയാൾ താഴ്ചയിലിരിക്കുമ്പോഴാണ്. നിഗളിച്ച് നടക്കുന്നവരെ ദൈവം താഴ്ത്തിക്കളയുമെന്നാണ് ദൈവവചനം പറയുന്നത്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ താഴ്ച ഭവിക്കുന്നത് എങ്ങനെയൊക്കെയാണ്? ഒന്ന്, മനുഷ്യൻ്റെ നിഗളം കൊണ്ട് തന്നെയാണ്. ആമേൻ. ദൈവം വചനം നിരസിക്കുന്നത് നിമിത്തം. 2, ദൈവത്തിൻ്റെ വചനത്തെ നിരസിക്കുന്നത് നിമിത്തം. 3, ദൈവത്തെ ഉപേക്ഷിച്ചാൽ, മര്യാദകേട് കാണിച്ചാൽ, ദൈവസേന നാം കോപിച്ചാൽ അത് നമുക്ക് സ്തോത്രം താഴ്ചയായിട്ട് സംഭവിക്കും. ആമേൻ. 5, അന്യ ദൈവങ്ങളെ ആരാധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ താഴ്ചകൾ സംഭവിക്കുവാനിടയായി. ഉയർച്ചയിലേക്ക് വരുവാൻ എന്തു ചെയ്യണം? വിവിധ കാരണങ്ങളാൽ താഴ്ച ഭവിച്ചതുകൊണ്ട് നിരാശയോടെ ജീവിതം തള്ളി നീക്കുവാനല്ല, മറിച്ച് എല്ലാ വിഷയത്തിനും പരിഹാരം തരുന്ന ദൈവസന്നിധിയിൽ അനുതാപത്തോടും കണ്ണുനീരോടും കൂടെ അടുത്തു വന്നാൽ എല്ലാറ്റിനും വിടുതലുണ്ട്. ആമേൻ. താണതിനെ ഉയർത്തുകയും ഉയർന്നതിനെ താഴ്ത്തുകയും ചെയ്യാൻ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ എന്നതിന് നമുക്ക് താഴ്മയോടെ ദൈവസന്നിധിയിൽ നമുക്ക് അടുത്തു ചെല്ലാം. ദൈവസന്നിധിയിൽ താഴ്മയോടെ ജീവിക്കാൻ നമുക്ക് ഇടയാകും. പിതാവിൻ്റെ വലത്തുഭാഗത്ത് മഹിമയിൽ ജീവിക്കുന്ന കർത്താവ് ഏറ്റവും താണിറങ്ങി ഈ ഭൂമിയിലേക്ക് വരികയും ഏറ്റവും ദരിദ്രമായ ഒരു കുടുംബത്തെ മനുഷ്യജന്മമെടുക്കുകയും ചെയ്തു. നമ്മെ സമ്പന്നരാക്കുവാൻ നമ്മുടെ കർത്താവ് ഏറ്റവും ദരിദ്രനായി തീർന്നു ഈ ഭൂമിയിൽ എന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എല്ലാവരും ഉയർച്ച ഉള്ളവരെ മാത്രമേ ഓർക്കുകയുള്ളൂ. സൗന്ദര്യമുള്ളവരെ മാത്രമേ ഓർക്കുകയുള്ളൂ. സമ്പത്തുള്ളവരെ മാത്രമേ ഓർക്കുകയുള്ളൂ. ഉന്നത പദവികളിൽ ഇരിക്കുന്നവരെ മാത്രമേ ലോക മനുഷ്യർ ഓർക്കാറുള്ളൂ. സാമ്പത്തികമായി താണുപോയവരെയും ആലംബഹീനരെയും സൗന്ദര്യം കുറഞ്ഞു പോയവരെയും തങ്ങളുടെ ഉറ്റ ബന്ധുക്കൾ പോലും മറന്നുകളയും. എന്നാൽ നമ്മുടെ ദൈവം നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർക്കുന്ന ദൈവമാണെന്ന് നാം ഈ പ്രഭാതം തിരിച്ചറിയണം. രോഗി അധതു നിമിത്തം രോഗം നിമിത്തം സ്തോത്രം താഴ്ച ഭവിക്കുന്നവരുണ്ട്. ജയിലിലായത് നിമിത്തം പലരും താഴ്ച ഭവിച്ചവരെ നമുക്ക് കാണുവാനിടയാകും.
മക്കളില്ലാത്തതിൻ്റെ പേരിൽ താഴ്ച ഭവിച്ചവരെ നമുക്ക് കാണുവാനിടയാകും. വേലക്കാരിയായതിൻ്റെ പേരിൽ താഴ്ച ഭവിച്ചവരെ കാണുവാൻ കഴിയും. സൗന്ദര്യത്തിൻ്റെ പേരിൽ, കുടുംബ പശ്ചാത്തലത്തിൻ്റെ പേരിൽ, അംഗവൈകല്യത്തിൻ്റെ പേരിൽ, അങ്ങനെ ഭാവിയായതിൻ്റെ പേരിൽ, അങ്ങനെ പലതരത്തിലുള്ള കാഴ്ചകൾ കൂടെ മനുഷ്യനെ കാണുമ്പോൾ ദൈവസന്നിധിയിൽ കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവനെ ദൈവം ഉയർത്തുക തന്നെ ചെയ്യും. ആമേൻ. കാരണം നമ്മുടെ ദൈവം താഴ്ചയിൽ നമ്മെ ഓർക്കുന്ന ദൈവമാണ്. ആമേൻ. ഈ പ്രഭാതവും ദൈവസന്നിധി നമുക്ക് പറയാം, നമ്മുടെ താഴ്ചയിൽ ഓർക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ കർത്താവിൻ്റെ ദാസന്മാരെ വിശുദ്ധിയോടുകൂടെ, വേർപാടോടുകൂടെ, അവൻ വിശ്വസ്തതയോടുകൂടെ നാം നിൽക്കുകയാണെങ്കിൽ ഈ താഴ്ച എന്നും അവൻ തകർച്ചയല്ല, ഈ താഴ്ച ഒരു ഉയർച്ചയ്ക്ക് കാരണമായി തീരുവാനിടയായി. ഈ 2026 ചില ദൈവക്കുഞ്ഞുങ്ങളുടെ ഉയർച്ചകൾക്ക് ഈ ആണ്ട് സാക്ഷി വഹിക്കുവാനിടയായി. എന്നാൽ ദൈവത്തെ അനുസരിക്കാതെ, ദൈവഭയമില്ലാതെ, പാപം ചെയ്ത് ആരാധനയും ഉപവാസവുമില്ലാതെ ഈ ലോകത്തിൽ ലോക മനുഷ്യരെ പോലെ ജീവിക്കുന്നവിടെ താഴ്ചകൾക്ക് കാരണമായി തീരുമെന്ന് സ്തോത്രം ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയും. ആകയാൽ താഴ്ച ഭവിക്കാതിരിക്കുവാൻ ദൈവസന്നിധിയിൽ കടന്നു വന്ന് പ്രാർത്ഥനയോടുകൂടെ, വിശുദ്ധിയോടുകൂടെ, വേർപാടോടുകൂടെ, വിശ്വസ്തയോടുകൂടെ ജീവിച്ച് ദൈവകൃപയിൽ ആയിരിക്കാൻ എല്ലാവരെയും ഈ പ്രഭാതം ദൈവം സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹം പ്രശാന്തവുമായ നല്ല പ്രഭാതത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്ന ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും വാത്സല്യ കുഞ്ഞുങ്ങളെയും നിറഞ്ഞ ഹൃദയത്തോടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായി താഴ്ചയിലായിരിക്കുന്നവർ, ഭവനമില്ലാതെ വാടക ഭവനങ്ങളിൽ പാർത്തുകൊണ്ട് കഷ്ടത അനുഭവിക്കുന്ന അനേക പ്രിയപ്പെട്ടു കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുവാൻ കഴിയാതെ, നല്ല ഭാവി ജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ കഴിയാതെ വന്നു, അങ്ങനെ പലതരത്തിലുള്ള താഴ്ചയിൽ കൂടെ കടന്നു പോകുന്ന അനേക ദൈവകുഞ്ഞുങ്ങൾ എൻ്റെ സ്വർഗത്തിലെ ദൈവം ഇന്ന് പ്രഭാതം ഓർക്കണം. നാഥ, കാണവനെ ഉയർത്തുന്ന ദൈവത്തിൻ്റെ മഹത്വം കർത്താവേ സ്തോത്രം ഞങ്ങൾ തിരുവചനത്തിൽ കാണും. ദുഃഖിച്ച് കരയുന്നവരെ കരകയറ്റുന്ന ദൈവത്തെ ഞങ്ങൾ കാണും. എല്ലാം തകർന്ന ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ഇരട്ടി നന്മകൾ കൊടുത്ത് ഇയ്യോബിനെ ആദരിച്ചതുപോലെ കർത്താവെ കഴിഞ്ഞ നാളുകളിൽ താഴ്ചകൾ അനുഭവിച്ച പ്രിയപ്പെട്ടവരെ ദൈവം ആദരിച്ചുയർത്തേണമേ എന്ന് പ്രാർത്ഥിക്കും. എല്ലാവിധമായ സന്തോഷവും സമാധാനവും അങ്ങയുടെ മക്കൾക്ക് നൽകണം. ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും ദൈവദാസിമാരെയും കർത്താവെ ആമേൻ അനുഗ്രഹിക്കുന്നു. എല്ലാവിധ നന്മകളാൽ നിറയ്ക്കണം. മഹത്വം അങ്ങെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ദൈവം എല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ ദാസന്മാരെ ഈ ആണ്ട് ഈ ശബ്ദം ശ്രവിക്കുന്ന ദൈവവേദിലെ നിങ്ങളുടെ ഉയർച്ചയ്ക്ക് കാരണമായി തീരും. ദൈവത്തോടടുത്ത് വരിക, ദൈവസേനയിൽ വിശ്വസ്തരായി നിൽക്കുക. ദൈവം അനുഗ്രഹിക്കും. ആമേൻ.